ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ നിയോസിന്റെ സ്പോർട്ട് വേരിയന്റ് ആണ്. ഇത് സ്വിഫ്റ്റിന്റെ VXi ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഈ രണ്ട് വേരിയന്റിലും നമ്മളൊരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഏതാണ് വാല്യൂ ഫോർ മണി വേരിയന്റ്, ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളതും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഹാഷ് ബാക്കുകളാണ് സ്വിഫ്റ്റും ഗ്രാൻഡ് ഐറ്റൺ നിയോസും. ഈ രണ്ട് വാഹനങ്ങളുടെയും മിഡിൽ വേരിയന്റുകളാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റുകളും ഈ മിഡിൽ വേരിയന്റുകളാണ്. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സ്വിഫ്റ്റിന്റെ VXi ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. VXi വേരിയന്റിൽ രണ്ട് ഫീച്ചേഴ്സ് അഡീഷണലി ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് VXi ഓപ്ഷണൽ വേരിയന്റ്. അത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നമ്മളുടെ സുസുക്കി കണക്ട്, ഇത്തരം ഫീച്ചേഴ്സാണ് VXi വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ VXi ഓപ്ഷണൽ വേരിയന്റിൽ വന്നിരിക്കുന്നത്. നിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയോസിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ഈ ഒരു സ്പോർട്ട് വേരിയന്റ് ആണ്. ഇപ്പോൾ സ്പോർട്ട് വേരിയന്റിൽ പുതിയതായിട്ട് സ്പോർട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയന്റും വന്നിട്ടുണ്ട്. അതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന അലോയ് വീൽസും പുഷ് ബട്ടൺ സ്റ്റാർട്ടുമാണ്. മീൻസ് കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്ട് ഓപ്ഷണലാണ് VXi ഓപ്ഷണലോ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാനുള്ള റീസൺ ഇതിന്റെ പ്രൈസാണ്. ഏകദേശം 8.5 ലക്ഷം രൂപയ്ക്കാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ഈ മിഡിൽ വേരിയന്റുകൾ ലഭിക്കുന്നത്. ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്പോർട്ടിയസ്റ്റ് ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിനെ വിളിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴല്ല, കാര്യം എഞ്ചിൻ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലുക്ക് എനിക്ക് പഴയ സ്വിഫ്റ്റിൻ്റെ ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇതിപ്പോൾ എവിടെയൊക്കെ ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈനിനെ പറയാൻ പറ്റുള്ളൂ. ഗ്രാൻഡ് ഐറ്റൺ നിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വാഹനങ്ങളിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ആണ്. ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളിലും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സാണ് വരുന്നത്. നിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയോസിന് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീമും ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാം. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ ആ ട്രയാറോ ഷേപ്പിലുള്ള ഒരു DRL കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. താഴെ വശത്തെല്ലാം നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm ആണ് ഗ്രാൻഡ് ഐറ്റൺ നിയോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. DRL വരുന്നുണ്ട്. ആ സമയത്ത് സ്വിഫ്റ്റ് VXiയിലേക്ക് വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നു. DRL വരുന്നില്ല. അതിന് പകരം അകത്ത് നമുക്കൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റുകളും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. രണ്ടും ഹാലജനാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ഈ പൊസിഷനിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 163 mm ആണ് സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നിയോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 mm ഗ്രൗണ്ട് ക്ലിയറൻസ് സ്വിഫ്റ്റിന് കുറവുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. സുസുക്കിയുടെ ഒരു ലോഗോ നമുക്ക് ടോപ്പിൽ കാണാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്പോർട്ടിയസ്റ്റ് കാറായിട്ട് നമുക്ക് സ്വിഫ്റ്റും എന്നാൽ ഒരു പ്രീമിയം വാഹനമായിട്ട് ഗ്രാൻഡ് ഐറ്റൺ നിയോസും ഫീൽ ചെയ്യും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഐറ്റൺ നിയോസിൻ്റെ സ്പോർട്ട് വേരിയൻറ്റിൽ നമുക്ക് അലോയ്സ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 175/60R15 ആണ് ടയർ സൈസ് വരുന്നത്. അതായത് 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻറ്റിലാണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ള അലോയ് വീൽസ് കാണാനായിട്ട് പറ്റും. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. വശങ്ങൾ വേറെ സ്കിറ്റ് പ്ലേറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലുള്ള റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കാണാം. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് നമുക്ക് 14 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 165/80R14 ആണ് ടയർ സൈസ് വരുന്നത്. VXi ഓപ്ഷണൽ വേരിയൻറ്റിൽ പോലും അതിന് അലോയ്സിൻ്റെ ഏകദേശം ലുക്കൊക്കെ തന്നെ ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ വീൽസ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം വീൽസും വലിയ വീൽസും വരുന്നത് നമുക്ക് നിയോസിലാണ്. വശങ്ങളിൽ വേറെ സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് VXi ഓപ്ഷനിൽ പറയാവുന്നത് നമുക്ക് കീലെസ് എൻട്രിയുടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സ്വിഫ്റ്റിൽ ഒരു ഫുൾ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ആ സീ പില്ലർ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിൽ സ്പോയിലർ കാര്യമൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലെ ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോഗർ കാണാം. വൈപ്പർ വാഷൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഈ ഒരു പോർഷൻ ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് പോലെ തോന്നുമെന്ന് മാത്രമുള്ള റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഒരു ബാക്കിലെ ടെയിൽ ലൈറ്റ് വരുന്നത്. ഇത് നമുക്ക് ഒരു
LED tail lights കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്കിവിടെ സ്റ്റോപ്പ് ലൈറ്റ് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഇത് ഫുള്ള് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ബാഡ്ജിങ് കാണാം. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബാക്കിൽ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ആ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗത്തൊരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ VXI ഓപ്ഷണൽ വേരിയൻറ്റിൽ നമുക്ക് ബാക്കിൽ ഡീഫോഗർ വരുന്നുണ്ട്. സ്പോയിലർ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. നോർമൽ ആൻറ്റിനയാണ്. ഇപ്പോൾ ഈ 2 വാഹനങ്ങളും ഒരു സ്പോയിലർ അഡീഷണലി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്വിഫ്റ്റിൽ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമേ വരുന്നുള്ളൂ. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ LED ടൈലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് സ്റ്റോപ്പ് ലൈറ്റും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും നമുക്ക് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് സ്വിഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ബാക്ക് വശത്തേക്ക് വരുമ്പോൾ ബമ്പറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വൈറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. 2 ചെറിയ റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് സ്വിഫ്റ്റിന് വരുന്നത്. ബാക്കിൽ പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. 60/40 ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 260 ലിറ്ററാണ് നമുക്ക് 265 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 265 ആണ് വരുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ സെയിം സൈസ് ആയിട്ടുള്ള സ്റ്റീൽ വീലുകൾ തന്നെ സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് i10ൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന് നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്വിഫ്റ്റിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. നമുക്ക് ബാക്കിലൊരു ബൂട്ട് ലൈറ്റ് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് തന്നെയാണ്, സ്പിറ്റ് ഫോൾഡിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ വരുന്ന 165 70 or 14 ആണ് ഇതിൻ്റെ സ്പെയർ വീലുകൾ കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 260 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഈ 2 വാഹനങ്ങളെയും ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ 5 ലിറ്ററിൻ്റെ ബൂട്ട്സ് നമുക്ക് സ്വിഫ്റ്റിൽ കൂടുതലാണ്. അത് വലിയൊരു ഡിഫറൻ്റ് ഒന്നും നമുക്ക് റിയൽ ലൈഫിൽ ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. വേറെ പ്രത്യേകിച്ച് കളർ ടോണോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് കുറച്ച് ഡള്ളായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയിട്ട് ഇത് ഫീൽ ചെയ്യും. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് വരുന്ന കീ. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ മാരുതിയുടെ നോർമൽ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്വിഫ്റ്റ് VXI ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫുൾ ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ ആണ്. അപ്പോൾ സെൻട്രൽ കൺസോൾ ഒരു വലിയ പോർഷനായിട്ട് സെൻട്രലിൽ വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കൊടുത്തിരിക്കുന്ന വളരെ ചെറിയൊരു സ്ക്രീനാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. മൾട്ടി ഫംഗ്ഷണൽ എന്ന് പറയാം. ഇടതുവശത്ത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസും വരുന്നു. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ടെലസ്കോപ്പിക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഓട്ടോ വൈപ്പ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് അനലോഗായിട്ടാണ് സ്പീഡോമീറ്ററും RPM മീറ്ററും കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അറിയാൻ പറ്റുക. ഇതിലിപ്പോൾ ആവറേജ് മൈലേജ് കാണിക്കുന്നത് 13.9 ആണ്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ക്രീനാണിത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ആവറേജ് ഫ്യൂവൽ പോലെയുള്ള കാര്യങ്ങൾ അറിയാം. 4 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സുസുക്കി കണക്റ്റിൻ്റെ ഫീച്ചർ ഈ VXI ഓപ്ഷണൽ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ക്യാമറ വേണമെങ്കിൽ നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. താഴേക്ക് വന്ന AC വെൻസ് കൊടുത്തിരിക്കുന്നു. സാറ്റലൈറ്റ് മാനുവൽ AC കൺട്രോൾസ് ആണ്. VXI ഓപ്ഷനിൽ ഓട്ടോ ACയുടെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓട്ടോ ACയുടെ ലുക്കാണ്, പക്ഷേ മാനുവൽ AC ആണ്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് കാണാം. സെൻറ്റർ ആം റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്.
സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാലജൻ ആയിട്ടാണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് സ്വിഫ്റ്റിൻ്റെ ഈ ഒരു VXi ഓപ്ഷണൽ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നിയോസിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിയോസ് സ്പോർട്ട് വേരിയൻറ്റിലേക്ക് വന്നാൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് എന്ന് പറയുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാം. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തും വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഉള്ള വലിയ സീറ്റുകളായിട്ടാണ് ഫീൽ ചെയ്യുക. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ നിയോസിനും വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് നിയോസിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും വരുന്നു. സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻറ്റിൽ നമുക്ക് കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയോസ് സ്പോർട്ട് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ കുറച്ചും കൂടി പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഫീൽ ചെയ്യും. കാരണം ഈ ഒരു കളർ ടോണും കാര്യങ്ങളുമാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നും തല സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ, അതായത് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായി കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് സ്റ്റിയറിംഗ് വീലിലാണ് കൊടുത്തിരിക്കുന്നത്. സ്വിഫ്റ്റിൽ നമ്മൾക്ക് അത് കൊടുത്തിരിക്കുന്നത് ക്ലസ്റ്ററിൽ തന്നെയാണ്. അഡീഷണലി ഇതിനകത്ത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടിയും വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം കോമൺ ആയിട്ട് സിമിലർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്നു അവർ 8 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. Android Auto, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം കുറച്ചും കൂടി ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. സ്വിഫ്റ്റിൽ 7 ഇഞ്ച് ആണെങ്കിൽ ഇതിനകത്ത് 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ വശങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നു. അഡീഷണലി നമുക്ക് ഇതിനകത്തൊരു റിവേഴ്സ് ക്യാമറയും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള ഡീസൻറ്റ് റിവേഴ്സ് ക്യാമറ വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വേരിയൻറ്റിൽ വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വയർലെസ് ചാർജറും കൂടി വരുന്നുണ്ട്. ഗിയർ ലിവർ കാണാം. അതിൻ്റെ ടോപ്പിലൊരു സിൽവർ ഫിനിഷ് കൊടുത്ത് കുറച്ച് പ്രീമിയം ലുക്കിംഗ് ഗിയർ ലിവറാണ്. സെൻറ്ററിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് ഒന്നും വരുന്നില്ല. ഹെഡ് റെസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. അത് ഇപ്പോൾ ഇൻറ്റീരിയർ കളർ ടോൺ ആണെങ്കിലും ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ഈ സ്പോർട്ട് വേരിയൻറ്റിൽ പോലും നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ്. റിവേഴ്സ് ക്യാമറയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോ ബോക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വരുന്നത് നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസിൽ തന്നെയാണ്. സ്വിഫ്റ്റിൽ വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡെല്ലാം നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കറി കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് നിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് നമുക്ക് ഫിക്സഡ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നു. സെൻറ്റർ പാസിംഗ് ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. സെൻറ്റർ ആംറെസ്റ്റ് കാര്യമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണുന്നുണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സെൻട്രൽ മൗണ്ട് ആയിട്ടാണ് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഒരു ഹുക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഡോറ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രി തന്നെ സ്വിഫ്റ്റിൻ്റെ ഡോറും തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ്സ് എല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഫ്രണ്ടിലെ ഡോറിൽ മാത്രമാണ് കുറച്ച് സോഫ്റ്റ് ടച്ച് വരുന്നുള്ളൂ. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിൽ കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു.
സ്വിഫ്റ്റിൻ്റെ ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ചാർജിങ് പോർട്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ് റൂമാണ് സ്വിഫ്റ്റിൽ ബാലൻസ് ഉള്ളത്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. റീഡിംഗ് ലൈറ്റ് ബാക്കിലേക്കൊന്നും വരുന്നില്ല. ഫ്രണ്ടിൽ മാത്രമാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഹുക്ക് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലും നമ്മൾക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്. ഈ 2 വാഹനങ്ങളും നമ്മൾ വീഡിയോ എടുത്തത് ഈ സെയിം ടൈമിൽ തന്നെയാണ്. പക്ഷേ സ്വിഫ്റ്റിലേക്ക് കയറിയപ്പോൾ അകത്ത് ഒരു ഇരുണ്ടിൻ്റെ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ മീൻസ് ഫുൾ ബ്ലാക്ക് കളർ കാര്യങ്ങൾ, സീറ്റ് കവറും ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു വളരെ ഡാർക്ക് ഫീലിംഗ് ആണ് സ്വിഫ്റ്റിൽ വരിക. ഈ 2 വാഹനങ്ങളുടെയും സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിയോസിലേക്ക് വന്നാൽ നിയോസിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അഡീഷണലി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് കഴിഞ്ഞതാണ്. 2 സ്റ്റാർ റേറ്റിംഗ് ആണ് നിയോസിന് കിട്ടിയിരിക്കുന്നത്. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിനും സേഫ്റ്റിയിൽ ക്രാഷ് റേറ്റിംഗ് 1 or 2 അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഡിസൈറിന് പക്ഷേ 5 സ്റ്റാർ കിട്ടുന്നു. സ്വിഫ്റ്റിന് അത് കിട്ടിയിട്ടില്ല. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നിയോസിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് TPMS, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നിയോസിന് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാച്ച് ബാക്കുകളിൽ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരേ ഒരു ഹാച്ച് ബാക്ക് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ആണ്. ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ VT പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 82 HP ആണ് പവർ തരുന്നത്. 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ. ഈ ഇത്രയും ചെറിയൊരു കാറിന് അത് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാറിനും കൂടിയാണ് നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓട്ടോമാറ്റിക്കിന് 22 കിലോമീറ്ററിനടുത്ത് മൈലേജും മാനുവലിന് 16-17 കിലോമീറ്റർ മൈലേജുമാണ് അന്ന് നമുക്ക് കാണിച്ചത്. ഈ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിന് 20-ഉം മാനുവലിനും ഏകദേശം 20 km/ലിറ്റർ മൈലേജാണ്. റിയൽ ലൈഫിൽ മാനുവൽ ഉപയോഗിക്കുന്നത് 16-17, ഓട്ടോമാറ്റിക്കിന് ഏകദേശം ഒരു 14-15 ഇടയ്ക്ക് എന്താണെങ്കിലും മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കിനായിരിക്കും കുറച്ചും കൂടി കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്. ഇത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് കൂടിയാണ് വരുന്നത്. AMT ഗിയർ ബോക്സിൽ എനിക്ക് തോന്നുന്നു പാഡൽ ഷിഫ്റ്റേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് 1.2 ലിറ്റർ Z സീരീസിലുള്ള 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സെയിം 1.2 തന്നെയാണ്, പക്ഷേ 3 സിലിണ്ടർ ആണ്. അതിന് പവർ 80 HP പവറുള്ളൂ. 2 HP പവർ കുറവാണ്. 112 Nm ആണ് ടോർക്ക്. അവിടെ മൈലേജ് കൂടുതലാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 23 km/ലിറ്റർ മാനുവലിനും 25-നടുത്ത് ഓട്ടോമാറ്റിക്കിനും ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ 3 സിലിണ്ടർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് സ്വിഫ്റ്റ് എടുത്ത പലരും പറയുന്നത് മാനുവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിറ്റിയിലൊരു 15-നും 18-നും ഇടയ്ക്കും ഓട്ടോമാറ്റിക്കിനും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ലഭിക്കുന്നുള്ളൂ. അല്ലാണ്ട് കമ്പനി പറയുന്ന അത്ര മൈലേജ് ഒന്നും ആ 3 സിലിണ്ടർ എഞ്ചിന് ലഭിക്കുന്നില്ല. 20 വരെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ്. പക്ഷേ നമ്മൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വാഹനം അകത്ത് കയറിയിരിക്കുന്ന സമയത്താണെങ്കിലും കുറച്ചും കൂടി സൈലൻ്റ് ആയിട്ടും ക്വയറ്റായിട്ടും ഫീൽ ചെയ്യുക നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസിലെ എഞ്ചിനാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് നോക്കുന്നവരാണെങ്കിൽ ഈ 2 വാഹനങ്ങളുടെയും CNG അവൈലബിൾ ആണ്. നിയോസിൻ്റെ CNGക്ക് 27 km/ലിറ്ററും സ്വിഫ്റ്റിൻ്റെ CNGക്ക് 31 km/ലിറ്ററൊക്കെയാണ് മൈലേജ് പറയുന്നത്. രണ്ടിലും CNGയിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഈ 2 വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സ്വിഫ്റ്റിൻ്റെ VXI മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,60,000 രൂപയാണ്. ഗ്രാൻഡ് ഐറ്റൺ നിയോസിൻ്റെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്പോർട്ട് മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,30,000 രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് സ്വിഫ്റ്റിനേക്കാളും ഏകദേശം ഒരു 30,000 രൂപയുടെ അടുത്ത് കുറവിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ലഭിക്കും. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കിന് 9,20,000 രൂപ, VXI ഓട്ടോമാറ്റിക്കിന് 9,20,000 രൂപയും, ഗ്രാൻഡ് ഐറ്റൺ നിയോസിൻ്റെ സ്പോർട്ട് AMT അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിന് 9 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് 20,000 രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇനിയും ഇപ്പോൾ സ്വിഫ്റ്റിൽ തന്നെ നമ്മളിപ്പോൾ ആ റിവ്യൂ ചെയ്ത വാഹനം VXI ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതിൽ വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,90,000 രൂപയും, VXI ഓപ്ഷണൽ AMT വരുന്നുണ്ട്, അതിന് 9,50,000 രൂപയും. ഗ്രാൻഡ് ഐറ്റൺ നിയോസിൽ നമുക്ക് സ്പോട്ട് ഓപ്ഷണൽ അവൈലബിൾ ആണ്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,70,000 രൂപയും, സ്പോട്ട് ഓപ്ഷണൽ AMTക്ക് 9,40,000 രൂപയും. പ്രൈസ് നോക്കുമ്പോഴും 30,000 തൊട്ട് 30,000 രൂപ വരെ കുറവിൽ നിങ്ങൾക്ക്
ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ഇറക്കാനായിട്ട് പറ്റും. നിയോസിന് സ്പോർട്ട് വേരിയൻറ്റ്, ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോർട്ട് വേരിയൻറ്റ് 2024 മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അത് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 2024 മാനുഫാക്ചർ ചെയ്ത സ്പോർട്ട് വേരിയൻറ്റുകൾ ഇറക്കാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് 1-2 ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ മാനുവൽ 5-8 വണ്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ 2024 വാഹനം മതിയെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിലേക്കും പോകാവുന്നതാണ്. വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. സ്വിഫ്റ്റിൻ്റെ VXI അല്ലെങ്കിൽ VXI ഓപ്ഷനിൽ എടുക്കണോ, നിയോസിൻ്റെ സ്പോട്ട് അല്ലെങ്കിൽ സ്പോട്ട് ഓപ്ഷനിൽ എടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ 8 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിയോസ് ആയിരിക്കും കുറച്ചും കൂടിയും വാല്യൂ ഫോർ മണി. കാരണം നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വാല്യൂ ആയിട്ട് ഫീൽ ചെയ്ത നിയോസ് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ എഞ്ചിനാണെങ്കിൽ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഫീച്ചേഴ്സ് അത്യാവശ്യം കൂടുതൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു സേഫസ്റ്റ് സ്ട്രോങ് കാറായിട്ട് നമുക്ക് നിയോസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോ AC വരുന്നുണ്ട്, ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സ്. ഇപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിൽ സ്പോട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് അലോയ്സ് വരുന്നുണ്ട്, കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ആണ്. അതല്ല നിങ്ങൾക്ക് മൈലേജ് മാത്രമാണ് നിങ്ങളുടെ കൺസേൺ, നിങ്ങൾക്ക് കുറച്ച് മൈലേജ് ഉള്ള ഒരു വാഹനം മതിയെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റിലേക്ക് പോകാം. ഇതിൻ്റെ ആകെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് മൈലേജും ആ ഒരു പുതിയ ഡിസൈൻ ആണെന്നുള്ളത് മാത്രമാണ്. എഞ്ചിനൊക്കെ 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റേതായ ഒരു വൈബ്രേഷനും സൗണ്ടും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഫുൾ ലോഡൊക്കെ ഇരുന്നിട്ട് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഒരു കയറ്റം വലിക്കാനോ ഓവർടേക്കിങ്ങിലൊക്കെ ആ ഒരു എഞ്ചിൻ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഓൺലൈനിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നിയോസ് ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. കാല് കൊടുക്കുന്നതിനനുസരിച്ച് പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടായി റിലേറ്റഡ് ഉള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.